നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യുവേഫ യൂറോ കപ്പ് ആരംഭിക്കാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമുക്കറിയാം, ജർമ്മനിയിൽ വെച്ചുകൊണ്ടാണ് യൂറോ കപ്പ് അരങ്ങേറുന്നത്. ടീമുകൾ എല്ലാവരും അതിനുള്ള ഒരുക്കത്തിലാണ്. നിലവിലെ ജേതാക്കൾ ഇറ്റലിയാണ്. മാത്രമല്ല, നിലവിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് അത് മറ്റാരുമല്ല, സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. കഴിഞ്ഞ യൂറോ കപ്പിൽ 5 ഗോളുകൾ നേടിക്കൊണ്ട് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത് റൊണാൾഡോയാണ്. ഏതായാലും ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് ആരായിരിക്കും സ്വന്തമാക്കുക എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ബെറ്റിംഗ് ഓഡ്സ് ഇപ്പോൾ ഡ്രാഫ്റ്റ് കിങ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ബെറ്റിംഗ് ഓഡ്സിന്റെ ആ ഒരു കണക്കുകൾ നമുക്കറിയാം. അതായത് ബെറ്റിംഗ് ഓഡ്സ് ഏറ്റവും കുറഞ്ഞ താരത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഗോൾഡൻ ബൂട്ട് സാധ്യത ഉണ്ടാവുക. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് വരുന്നത് കിലിയൻ എംബപ്പെ തന്നെയാണ്. +450 ആണ് അദ്ദേഹത്തിന്റെ ഓഡ്സ്. അതായത് കിലിയൻ എംബപ്പെക്കാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ഗോൾഡൻ ബൂട്ട് സാധ്യതയുള്ളത്. രണ്ടാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ വരുന്നു. +550 ആണ് അദ്ദേഹത്തിന്റെ ഓഡ്സ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, പോർച്ചുഗലിന്റെ താരമായ അദ്ദേഹം 3-ാം സ്ഥാനത്താണ് വരുന്നത്. +1100 ആണ് ഓഡ്സ്. റൊമേലു ലുക്കാക്കു 1300+ ആണ് അദ്ദേഹത്തിന്റെ ഒരു ഓഡ്സ് വരുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയുടെ കായ് ഹാവേർട്സ് തൊട്ട് പിറകിലുണ്ട്. +2000 ആണ് അദ്ദേഹത്തിന്റെ ഓഡ്സ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം +2000 ഓഡ്സ് വരുന്നു. ഫ്രാൻസിന്റെ ഒലിവർ ജിറൂദ് +2200 ആണ് ഓഡ്സ് വരുന്നത്. ഫ്രാൻസിന്റെ തന്നെ അന്റോയിൻ ഗ്രീസ്മാൻ +2500 ഓഡ്സ് വരുന്നു. ആൽവരോ മൊറാറ്റ സ്പെയിനിന്റെ താരമാണ്. 2500+ ആണ് അദ്ദേഹത്തിന്റെ ഒരു ഓഡ്സ് വരുന്നത്. ഇംഗ്ലണ്ടിന്റെ ഫിൽ ഫോഡൻ തൊട്ടുപിറകിൽ വരുന്നു. +2800 ആണ് അദ്ദേഹത്തിന്റെ ഓഡ്സ് വരുന്നത്. അതായത് നിലവിൽ ഏറ്റവും കൂടുതൽ ഗോൾഡൻ ബൂട്ട് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എംബപ്പെക്കാണ്. 2-ാം സ്ഥാനത്ത് ഹാരി കെയ്നും 3-ാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.